നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ജിഷയുടെ കൊലപാതകത്തിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് അമ്മ രാജേശ്വരി. നീതിയും നിയമവും നടപ്പിലാക്കാൻ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ നാട്ടിലില്ല എന്നും രാജേശ്വരി റിപ്പോർട്ടറോട് പറഞ്ഞു. അതേസമയം ജിഷയുടെ കൊലപാതകത്തിൽ അയൽവാസിയെ സംശയമുണ്ടെന്നും രാജേശ്വരി ആരോപിച്ചു. ജിഷ കൊലപാതകത്തിൽ കേസ് അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് അമ്മ രാജേശ്വരി പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. നീതിയും നിയമവും നടപ്പിലാക്കാൻ സത്യസന്ധരായ ഉദ്യോഗസ്ഥരില്ലെന്നും രാജേശ്വരി കുറ്റപ്പെടുത്തി. ഇവിടെ നീതിയും നിയമവും നടപ്പിലാക്കാൻ സത്യസന്ധതയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ രംഗത്തില്ല, നമ്മുടെ ഈ നാട്ടിലില്ല. ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അയൽവാസികളെ സംശയമുണ്ടെന്നും രാജേശ്വരി പറഞ്ഞു. മുൻപ് തനിക്ക് അപകടം പറ്റിയിട്ട് തിരിഞ്ഞു നോക്കാത്തവരാണ് അയൽവാസികളെന്നും ജിഷയെ കൊന്നവർ തന്നെയാണ് പോലീസിൽ വിവരമറിയിച്ചിട്ടുള്ളതെന്നും രാജേശ്വരി ആരോപിച്ചു. അവർ എനിക്ക് വണ്ടി ഇടിച്ചിട്ട് പോലും അയലക്കാർ വാതിൽ അടച്ചവരാ. ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ടോനെ, അവർക്ക് എല്ലാവർക്കും അറിയാം. ചെയ്തു കൂട്ടിയവർ തന്നെ മോനെ കണ്ടേക്കണേ. അവർ പറഞ്ഞു പോലീസുകാരെ കൊണ്ടുവന്നിട്ട് വിളിച്ചിട്ട് വാതിൽ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അതേസമയം വനിതാ IPS ഓഫീസറെ കേസിന്റെ ചുമതല ഏൽപ്പിച്ച് രാപ്പകൽ സമരം അവസാനിപ്പിക്കാനുള്ള തിരക്കിലാണ് LDF. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുകയാണ് ബിഗ് സ്റ്റോറി. ശ്രീ BRM ഷഫീർ, KPCC മീഡിയ സെൽ അംഗം, ശ്രീമതി PM ആതിര, DYFI നേതാവ്, ശ്രീ കുഞ്ഞുമൊയ്തീൻ, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി PM ആതിര, ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പോലീസ് അനാസ്ഥയ്ക്കെതിരെ സർക്കാർ നിലപാടിനെതിരെ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അത്തരം പ്രതിഷേധങ്ങളെല്ലാം ഇല്ലാതായി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. മാധ്യമങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ആഘോഷം കിട്ടിയതോടെ ഇതെല്ലാം ഡൗൺ പ്ലേ ചെയ്യുന്നു എന്ന വിമർശനവുമുണ്ട്. എങ്ങനെയാണ് ഇത്തരം ഒരു സാമൂഹ്യ അന്തരീക്ഷം, അതായത് രാഷ്ട്രീയ പാർട്ടികൾ ജിഷയെ കൈയൊഴിഞ്ഞു എന്നൊരു ഫീൽ ഉണ്ടാവാൻ കാരണം എന്താണ്? മറ്റൊന്ന്, നിങ്ങളുടെ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഏറ്റവും വലിയ വിമർശനമുണ്ടായിരുന്നത് അന്വേഷണത്തിൻ്റെ തടസ്സമായി നിൽക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് ചെയ്ത വലിയ വീഴ്ചകളാണ്. അത്തരം കുറ്റക്കാർക്കെതിരെ എല്ലാം നടപടിയെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ത്വരിത ഇടപെടൽ നടത്തിക്കൊണ്ടായിരിക്കുമോ നിങ്ങൾ നിങ്ങളുടെ സമരത്തോട് നീതി കാണിക്കുന്നത്? ഒന്ന്, ആ വിഷയത്തിൻ്റെ മീതെ ഇടതുപക്ഷം ഏറ്റെടുത്ത സമരം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണുള്ളത്. മറ്റൊന്ന്, മാധ്യമങ്ങൾ അതിനോട് ആദ്യം കാണിച്ചിരുന്ന ഒരു സജീവ ഇടപെടൽ ഇപ്പോൾ വിഷയത്തിലുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. മൂന്നാമത്തെ വിഷയം, ഇപ്പോഴും പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ഈ ക്രൈം നടന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗൗരവമായിട്ടുള്ള ഒരു ഗൗരവക്കുറവ് അതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവും വേണ്ട. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടുന്ന മുൻഗണന എന്ന് പറയുന്നത് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ സഖാവ് VS ഉൾപ്പെടെയുള്ള ആളുകൾ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുന്നത് ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ രോഷത്തിൻ്റെ കൂടി വിധിയെഴുത്താണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇടപെടൽ നിശ്ചയമായും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുഖ്യമന്ത്രി തന്നെ തീർച്ചയായും നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ കേസിനകത്ത് എവിടേക്കാണോ കൃത്യവിലോപം വന്നിട്ടുള്ളത്, എവിടേക്കാണോ അനാസ്ഥ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്, എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരള സമൂഹത്തെ അറിയിക്കുക എന്നുള്ളത് പുതിയ ഭരണത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കടമയും തന്നെയാണ്. അത് നിർവഹിക്കുമെന്ന് തന്നെയാണ് എന്നെപ്പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് താങ്കളുടെ പ്രതീക്ഷ. ശ്രീ ഷഫീർ, ഇക്കാര്യത്തിൽ താങ്കൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതിഷേധമുയർത്തിയാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയത്. അതിൻ്റെ ആനുകൂല്യം സ്വാഭാവികമായും അവർക്ക് കിട്ടിയിട്ടുമുണ്ടാവണം. ഇപ്പോൾ അവരിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന ആരോപണം താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ? രാപ്പകൽ സമരം ഇപ്പോഴും തുടരുന്നുണ്ട് CPIMൻ്റെ LDFൻ്റെ നേതൃത്വത്തിൽ അവിടെ. പിന്നെ അതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി മാധ്യമങ്ങളും കൊണ്ടുവരുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട വിമർശനമാണ്. നിങ്ങൾക്ക് ജിഷ കൊലക്കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റപ്പെടുത്തൽ ഇടതുമുന്നണിക്കെതിരെ നടത്താനുണ്ടോ? അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങളുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം വിറങ്ങലിച്ചു പോയ ഒരു കൊലപാതകമാണ് ജിഷയുടെ കൊലപാതകം. ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു, ജിഷയുടെ കൊലപാതകികളെ പിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മുൻവിധിയോ രാഷ്ട്രീയമോ ഇല്ല. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചില വാർത്താ ചാനലുകളും പ്രമുഖമായ സോഷ്യൽ മീഡിയകളിലുമെല്ലാം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു വല്ലാത്ത വൈകല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പെരുപ്പിച്ചുകൊണ്ട് സമരകോലാഹലങ്ങൾ ഉണ്ടാക്കി. കേരളത്തിൽ നിങ്ങൾക്കറിയാമോ, ഇലക്ഷൻ്റെ അന്ന് എല്ലാ ദിവസവും ജിഷയുടെ ഫോട്ടോ വെച്ച് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് ഈ കൊലപാതകമാണ്. ഞങ്ങൾ അന്നും പറഞ്ഞു,
ആരെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിരപരാധിയെ പിടിച്ച് ജയിലിടുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല, ഐക്യജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല. കൃത്യമായി സയന്റിഫിക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പ്രതിയെ പിടിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ തുടർന്നത്. ADGP തലത്തിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി, പക്ഷേ ഇതുവരെയും പ്രതികളെ പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് DYFI, യുവജന സംഘടനകൾ, വനിതാ സംഘടനകൾ പറഞ്ഞത് പ്രതിയെ പിടിക്കുന്നത് വരെ ഞങ്ങൾ രാപ്പകൽ സമരം. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വാർത്ത ശരിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. അവർക്ക് എങ്ങനെയെങ്കിലും ഈ സമരം അവസാനിപ്പിച്ചാൽ മതി. പെരുമ്പാവൂരിൽ നിന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഞങ്ങൾ തിരക്കോ മനസ്സിലാവുന്നത് രാപ്പകൽ സമരത്തിൻ്റെ വേദിയിൽ ആ സദസ്സിലേക്ക് ആളുകളുടെ എണ്ണം, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, അവർ അത് സമരത്തെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ അവർ പറയുന്നത് വനിതാ പോലീസ് ഓഫീസർ അന്വേഷിച്ചാൽ രാപ്പകൽ സമരം ഞങ്ങൾ പിൻവലിക്കുമെന്നാണ്. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ പിന്നെ പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ലെറ്റർ പേഡിൽ എഴുതി കൊടുത്താൽ പോരെ ഇതൊരു വനിതാ ഓഫീസർ അന്വേഷിക്കുമെന്ന്. ഇതൊരു വലിയ തട്ടിപ്പാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കൊലപാതകത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച ശക്തികൾ പുറത്തു വരണം. പക്ഷേ ഈ കൊലപാതകം കേരളം മുഴുവൻ UDF-നെതിരായിട്ട് ഉപയോഗിച്ചു. പക്ഷേ പെരുമ്പാവൂരിലെ ജനത കൃത്യമായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തിരസ്കരിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. രാഷ്ട്രീയ ആയുധമാക്കി മാത്രം ഉപയോഗിക്കുകയായിരുന്നു അവരെന്നാണ് താങ്കളുടെ വിമർശനം. താങ്കൾ പോലീസ് നടപടികളെ ഇത്ര കാര്യമായി നിരീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. ഇത്ര ദിവസം പിന്നിട്ടു, ഒരു നിലയ്ക്കുള്ള പുരോഗതിയും ഉണ്ടാവുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നാണ് വിവരങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണോ? ഇതിന് ആകെയുള്ള പ്രയാസം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 5 ദിവസം 6 ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത്. ആരും അറിയാത്ത, പ്രതി അറിയാത്ത ഒരു കേസിനകത്ത് പോസ്റ്റ്മോർട്ടം കിട്ടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു 5 ദിവസം. നമ്മൾ UN കൺവെൻഷൻ അനുസരിച്ച് ഇന്ത്യ ഒപ്പുവച്ചിരിക്കുന്ന കരാർ അനുസരിച്ച് 24 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറിയിരിക്കണമെന്നാണ്. ഇത് 5 ദിവസം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാതെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. കിട്ടിക്കഴിഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങൾ വരുമ്പോൾ അതിനിടയ്ക്ക് പ്രതി അവൻ്റേതായ, അയാൾക്കറിയാമല്ലോ ഇതെന്തൊക്കെയാണ് നടന്നിരിക്കുന്നുള്ളത്, പ്രിക്കോഷൻസ് എടുത്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ കുഴപ്പത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇരുട്ടിൽ തപ്പാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നുള്ളത് സത്യമാണ്. ഈ പോസ്റ്റ്മോർട്ടം തന്നെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട രീതിയിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഓരോ മുറിവുകളെക്കുറിച്ചും മുമ്പിൽ നിന്ന് ചെയ്തോ, പിന്നിൽ നിന്ന് കുത്തിയോ, പുറകിൽ നിന്ന് കുത്തിയോ എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഓരോ റിപ്പോർട്ടും ഓരോ ഇഞ്ചുറിയെക്കുറിച്ച് എഴുതുമ്പോൾ സംശയം വരുത്തിയതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ളത്. അതേ സംബന്ധിച്ച് 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത്. ചെന്ന ഉടനെ തന്നെ ഞാൻ അറിഞ്ഞത്, എത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞില്ല, നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കോട്ടയത്ത് കൊണ്ടുപോയാൽ പോരായിരുന്നു, ഇത് ആലപ്പുഴ കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള മുട്ടാപ്പോക്കുകൾ പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷന് കാതലായ തെളിവ് കിട്ടേണ്ട സാഹചര്യം, ഇത് സാഹചര്യത്തിൻ്റെ തെളിവിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇൻവെസ്റ്റിഗേഷനാണ്. 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അതാണ് പ്രാഥമികമായി ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകളൊന്നും തന്നെ ശേഖരിച്ചിട്ടില്ല. അത് ആ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പിഴവുകൾ ഈ അന്വേഷണത്തെ വഴിമുട്ടിച്ചു നിർത്തിയിരിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ടും ഒരു നിലയ്ക്കും തുടക്കത്തിൽ വീഴ്ച പറ്റിയ, സ്വാഭാവികമായും ഒരു കൊലപാതകം കണ്ടാൽ പോലീസ് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ പോലും ചെയ്യാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി പോലും എടുക്കാതെ അന്വേഷണ സംഘത്തെ സംരക്ഷിക്കുക എന്ന് വന്നാൽ അത് സർക്കാരിൻ്റെ കൂടെ വീഴ്ചയല്ലേ? അത് പോലീസിൻ്റെ ആകെ തന്നെ വിശ്വാസ്യതയെ ചോർത്തിക്കളയുന്നില്ലേ സി കുഞ്ഞുമൊയ്തീൻ? താങ്കൾ അതിനെ അങ്ങനെ കാണുന്നില്ലേ? നിശ്ചയമായിട്ടും ഇത് ആരും അറിയാതെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു അനാഥപ്രേതം കിട്ടി എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ തട്ടിക്കൂട്ടി നടത്തി കളയാം എന്നുള്ള ധാരണ വന്നപ്പോൾ ഇത് ആരാലും ചോദിക്കപ്പെടാതെ ആരും അന്വേഷിക്കാനില്ലാത്ത ഒരു അനാഥപ്രേതം എന്നുള്ള നിലയിലാണ് പോലീസിനെ ആദ്യം കൈകാര്യം ചെയ്തത്. അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെതും പോസ്റ്റ്മോർട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചോദിച്ച് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഗൈഡ് ലൈൻ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറാണ് തരേണ്ടത്. ആരും കാണാത്ത, ഐ വിറ്റ്നസ് ഇല്ലാത്ത, കൂടുതൽ അധികം ഒരു ചുറ്റുപാടുകൾ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ അനാഥപ്രേതത്തിൽ കിടക്കുന്നു. അതെങ്ങനെയെങ്കിലും തീർത്തുകളാം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ക്രമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവിടെ തന്നെ പ്രിസർവ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല.
ഒരു ഡെഡ് ബോഡി ആരെങ്കിലും ആ അയൽവക്കത്ത് കൊണ്ട് കുഴിച്ചിടാനായിട്ട് ആരും സമ്മതിക്കുകയില്ല. അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ അവർ നിവൃത്തിയില്ലാതെ കൈ കഴിയാനും നിവൃത്തിയില്ലാതെ അത് ക്രമേറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചത്. ഇതൊക്കെ ഈ സാഹചര്യങ്ങൾ മുഴുവൻ കണക്കിലെടുത്ത് നോക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് അനാവസ്ഥയുണ്ട്, മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ ഭാഗത്ത് അതാണ് PM ആതിര. പോലീസിന്റെ ഭാഗത്ത് കടുത്ത അനാസ്ഥയുണ്ട് എന്ന് നിങ്ങൾ നിരന്തരമായി ആരോപിച്ചിരുന്നു. CPIM-ന്റെ നേതാക്കളടക്കം. അതിൻ്റെ പേരിൽ നിങ്ങൾ സർക്കാരിനെതിരെ വലിയ സമരവും നടത്തി. അന്വേഷണം എവിടെയും എത്തിയില്ല, നിൽക്കട്ടെ. പക്ഷേ വീഴ്ച വരുത്തിവെച്ച ഉദ്യോഗസ്ഥരെ അറിയാം. അവർക്കെതിരെ നടപടിയെടുക്കാത്തതിൻ്റെ പേരിലാണ് സമരങ്ങൾ അത്രയും ഉണ്ടായത്. അതിൻ്റെ പേരിൽ സർക്കാരിനെ ഏറെ പഴി പറയുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കാലത്ത്. നിങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ ജിഷ കൊലക്കേസിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ കേസിൻ്റെ അന്വേഷണത്തെ വഴിമുട്ടിച്ച, ആദ്യഘട്ടത്തിൽ ഈ തെരുവിൽ മരിച്ച പെൺകുട്ടിയെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഈ വിഷയത്തിലെ നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങളുടെ ഗവൺമെൻറ് തെളിയിക്കുമെന്ന് ഒരു യുവജന നായിക എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാനുള്ള ആത്മവിശ്വാസമുണ്ടോ? സ്ത്രീ വിഷയങ്ങളിൽ കൂടുതൽ ഗൗരവത്തോടെ ഇടപെടണം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നിന്ന് പിണറായി വിജയന് VS അച്യുതാനന്ദന് പ്രത്യേക നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തൊട്ട് തുടങ്ങും എന്ന് പറയാമോ? തീർച്ചയായും അതിനകത്തൊന്നും യാതൊരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം എവിടെയൊക്കെയാണ് പാളിച്ച വന്നിട്ടുള്ളത്, ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് ബോധപൂർവമായ പാളിച്ച വന്നിട്ടുള്ളത്, അത് കേരളത്തിലെ മനുഷ്യരെ അറിയിച്ചുകൊണ്ട് എടുക്കേണ്ടുന്ന തക്കതായ നിലപാട് എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയം തൊട്ട് വെറുതെ പറഞ്ഞതല്ലല്ലോ പോലീസിനെതിരായിട്ടും ആഭ്യന്തര വകുപ്പിനെതിരായിട്ടും ഇടതുപക്ഷം വെറുതെ പറഞ്ഞ ആരോപണമോ ആക്ഷേപമോ ഒന്നുമല്ലല്ലോ. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത്രയും ദാരുണമായ ഒരു കൊലപാതകം നടന്നിട്ട് അതിൻ്റെ സീൻ മഹസർ തയ്യാറാക്കുന്നത് പോലീസ് മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ. ആ സ്ഥലം ഫ്രീസ് ചെയ്ത് നിർത്തുന്നതേ ഇല്ല. എല്ലാവർക്കും കടന്നു വരാനുള്ള അവസരം, ഫിംഗർ പ്രിൻറ്റുകൾ, നിരവധി ഫിംഗർ പ്രിൻറ്റുകൾ ഉണ്ടാകാനുള്ള അവസരവും ഉണ്ടാക്കി. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അതിന് വീഡിയോഗ്രാഫി എടുക്കുന്നില്ല, എക്സ്പെർട്ടിനെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, മൃതദേഹം ക്രിമേറ്റ് ചെയ്യിക്കുന്നു. ഇങ്ങനെ ഈ രീതിയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ തൊട്ട് ഇങ്ങോട്ട് പോലീസുകാരെ ഉൾപ്പെടെ വേഷം കെട്ടിച്ച്, പ്രതികളുടെ വേഷം കെട്ടിച്ച് നിരത്തിൽ കൂടെ നടത്തിയ, സിനിമയിൽ പോലും കാണാത്ത രീതിയിലുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സംവിധാനത്തിന് ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുത്തത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് അറിയാൻ തന്നെയാണ് കേരള ജനത കാത്തിരിക്കുന്നത്. മറ്റൊന്ന് സമരപ്രഹസനം എന്നൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. മറ്റുള്ള ആളുകൾ നടത്തിയ സമരം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇടതുപക്ഷമാണ് ഇപ്പോഴും രാപ്പകൽ സമരവുമായിട്ട് പെരുമ്പാവൂർ നഗരത്തിനകത്ത് ഇപ്പോഴും നിർത്താത്ത സമരം. വേറെ ഏതൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ടുണ്ട്? ഏത് വിഷയത്തിൽ ഇങ്ങനെ ഒരു സമരം ഏറ്റെടുത്തിട്ടുണ്ട് ഈ നാട്? ആ രീതിയിലേക്ക് ഒരു സമരം ഏറ്റെടുത്തത് ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷവും ആ സമരം തുടർന്നു കൊണ്ടുപോകുന്നത് ഇടതുപക്ഷം തന്നെയാണ് കേരളത്തിനകത്ത്. അത് തിരിച്ചറിയാതെ വെറുതെ എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരമായിട്ട് ഇനി സമരത്തിന് ആള് കുറവാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ താങ്കൾക്ക് ആവേശം കുറയുന്നതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് എന്ന്. പക്ഷേ ആ സമരത്തിൽ ഇപ്പോഴും നിലനിൽക്കാനുള്ള ആവേശവും തീരുമാനവും CPIM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ മാത്രമേ ഉള്ളൂ എന്നാണ് ആതിര ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ കുഞ്ഞുമൊയ്തീൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അന്വേഷണം എവിടെയും എത്താത്തതിൻ്റെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ പോലീസ് സേനയ്ക്കകത്തുണ്ട്. അവരെല്ലാവരും നല്ലവരാണെന്നും അവർക്കാർക്കും ഒരു പിഴവും പറ്റിയിട്ടില്ലെന്നും ഇതാ ഒരു മുൻ പോലീസ് മേധാവിയാണ് പറയുന്നത്. പോലീസിന് വീഴ്ച പറ്റി, സ്വാഭാവികമായും ചെയ്യേണ്ട കാര്യം പോലും ചെയ്തില്ല എന്ന്. എന്നിട്ടും പോലീസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിച്ചു പോകുന്നത് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എത്ര ഗവൺമെൻറ്റുകൾ മാറി മറിഞ്ഞാലും മായാതെ കിടക്കില്ലേ രമേശിന് മേൽ? കാരണം ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇവിടെ ഏത് സ്ത്രീ ആര് കൊന്നാലും പോലീസ് എങ്ങനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്താലും ഈ സേനയ്ക്കെതിരെ ഒരു നടപടിയും വരില്ല എന്ന ഏറ്റവും അപകടകരമായ സൂചന നൽകിയാണ് രമേശ് ചെന്നിത്തല പടിയിറങ്ങിപ്പോയത്. ഒരു കാര്യം ചെയ്യാമല്ലോ. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് പറയല്ലേ. ഇതിനകത്ത് കുറ്റക്കാരായിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്ക് പുറത്താക്കാമല്ലോ, അന്വേഷണം പ്രഖ്യാപിക്കാമല്ലോ. മുമ്പ് കൂത്തുപറമ്പ് പോലുള്ള സംവിധാനങ്ങളിൽ പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ പോലീസ് സേനയ്ക്കെതിരെ നടപടിയെടുത്ത് ആർജവം കാണിച്ചതുപോലെ ഈ കേസിലും നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്രൈമിനെ സംബന്ധിച്ച് വിവരം കിട്ടിയപ്പോൾ തന്നെ കുറുപ്പംപടിയിലെ പോലീസ് അന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ 909/2006 കേസ് രജിസ്റ്റർ ചെയ്തു. അന്നവിടെ ചെല്ലുമ്പോൾ അവിടെ സീൻ മഹസർ തയ്യാറാക്കാൻ അവിടെ വെട്ടവും വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ സീൻ മഹസർ പ്രിപ്പയർ ചെയ്തു. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതുപോലെയൊന്നുമല്ല. അവിടെ കൃത്യമായി ആലപ്പുഴയിലെ ഫോറൻസിക് അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഡോക്ടർ ലിസ ജോൺ, അസോസിയേറ്റ് പ്രൊഫസറാ,
ഇവിടെ ഡിവൈഎഫ്ഐ പ്രചരിപ്പിച്ചത് ഏതോ ഒരു MBBS വിദ്യാർത്ഥി, ഒരു MS വിദ്യാർത്ഥി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന, അങ്ങനെയൊന്നുമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കോപ്പിയുടെ ഏറ്റവും അടിയിൽ എഴുതി ഒപ്പിട്ടിട്ടുള്ളത് ഡോക്ടർ ലിസ ജോണാണ്. കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റിലേക്ക് പോയത്. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഇവിടെ ഡിവൈഎഫ്ഐക്ക് അല്ലെങ്കിൽ CPM-ന് അതിനകത്ത് കൃത്യമായി പറയാമല്ലോ, വേണമെങ്കിൽ CBI എൻക്വയറി നടപ്പിലാക്കണമെന്ന്. പ്രധാനമന്ത്രി പോലും പെരുമ്പാവൂരിൽ വന്ന് ഇഷ്യൂവാക്കിയ സംഭവമല്ലേ. കണ്ണൂരിലേക്കുള്ള പ്രചരണം അവസാനിപ്പിച്ച് സഖാവ് പിണറായി വിജയൻ നേരിട്ട് പെരുമ്പാവൂരിൽ വന്നതല്ലേ. ഒരു കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറാവൂ, അയൽക്കാർ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മൊഴി കൊടുക്കുന്നില്ല? സയന്റിഫിക് എക്സ്പെർട്ടിനെ വെച്ചിട്ടും എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടോ? അവർക്കെതിരെ അന്വേഷണം നടത്തട്ടെ. അവിടെ പെരുമ്പാവൂരിൽ സഖാവ് VS അച്യുതാനന്ദൻ്റെ മുമ്പിൽ വെച്ച് അവിടുത്തെ ആ അമ്മ പറഞ്ഞതുപോലെ ഇതിനകത്ത് കുറ്റക്കാരെയും കുഴപ്പക്കാരെയും മുമ്പ് കാലങ്ങളിലും സംരക്ഷിച്ചത്, കൊലപാതകത്തിലേക്ക് നയിച്ചത് സാജു പോൾ MLA ആണ്. അതുകൊണ്ട് സാജു പോൾ ഒരു കള്ളനാണ് എങ്കിൽ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ സാജു പോളിനെതിരെ അന്വേഷണം നടത്തട്ടെ. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം മൂടി വയ്ക്കാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ സഹോദരി പറഞ്ഞതുപോലെയൊന്നുമല്ല, അത് കോടിയേരി ബാലകൃഷ്ണന്റെ വെറും ഒരു ആരോപണമായിരുന്നു. ഏതോ AR ക്യാമ്പിലെ 3 പോലീസുകാരെ മുഖത്ത് തുണിയിട്ടുകൊണ്ട് നടത്തി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പോലീസിന് വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന്. ഒരു കൊലപാതകം, അസ്വാഭാവികമായ ഒരു മരണം കണ്ടാൽ അടിയന്തരമായി ചെയ്യേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? ആ നിലയിൽ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന ഈ വാദം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആൾക്ക് എന്ന നിലയിൽ താങ്കൾക്ക് അംഗീകരിക്കാവുന്നതാണോ? ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി വന്നു ആഭ്യന്തരമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, ചാർജ് എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആദ്യം ആര് വരുന്നോ, ഏത് എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ ആദ്യമായി സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് ഈ ജിഷ കേസിനെ കുറിച്ചായിരിക്കും. അദ്ദേഹം 2-3 ദിവസം കൂടെ കഴിഞ്ഞേ ഉള്ളൂ ആഭ്യന്തരമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ചാർജ് എടുക്കുന്നുള്ളൂ. അതിനു മുമ്പ് പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് ആധികാരികമായിട്ട് ഡയറക്ഷൻ കൊടുക്കാനുള്ള അവകാശവും അധികാരവും ഈ നിമിഷം വരെ ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നിട്ടും ഒന്നും നടന്നില്ല എന്ന് പറയാനുള്ള സമയമായിട്ടില്ല. അന്വേഷണം നടക്കേണ്ട സന്ദർഭത്തിൽ നടത്താതെ പരസ്പരം പഴിചാരിയത് കൊണ്ട് ഈ കേസ് തെളിയുന്നതിന് താമസം വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചെയ്യേണ്ടത് യഥാസമയത്ത് ചെയ്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം താമസിച്ച് തന്നെ ഇൻവെസ്റ്റിഗേഷനെ ഇരുട്ടിൽ തപ്പിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. അതൊക്കെ നമ്മൾ ഇപ്പോൾ ഇരുന്നൊരു ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ല. പുതിയ സംവിധാനം വന്ന് ഇപ്പോൾ കേരള പോലീസ് അനാസ്ഥ കാണിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മേലുദ്യോഗസ്ഥന്മാർ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് സയൻറ്റിഫിക്കായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇതിൻ്റെ ചെയ്തിരിക്കുന്ന ആൾ ഇവിടെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൽ 2006 ഇതുപോലെ തന്നെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. 5 കൊല്ലോ 6 കൊല്ലോ കഴിഞ്ഞാണ് പ്രതിയെ കിട്ടുന്നത്. പിന്നെ 5 കൊല്ലം കഴിഞ്ഞാണ് ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത് വെറുതെ വഴി തള്ളിയ കളയും, ഇപ്പോഴത്തെ സംവിധാനം കളയും എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു പക്ഷേ കുഞ്ഞുമൊയ്തീൻ, കേരളത്തിലെ പോലീസിന്റെ എഫിഷ്യൻസിയെക്കുറിച്ച് പരക്കെ നല്ല അഭിപ്രായമുണ്ട്. ഇത്രയും ദിവസം ഇത്രമേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ജനങ്ങളാകെ തന്നെ ഉറ്റുനോക്കുന്ന കേസിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ തേടിപ്പോകാനുള്ള വഴി ആദ്യം തന്നെ അവർ തന്നെ അടച്ചുപോയി എന്നതുകൊണ്ടല്ലേ അവർക്ക് എങ്ങും എത്താൻ കഴിയാത്തത്? അല്ലെങ്കിൽ ഇത്രമേൽ സമ്മർദ്ദമുണ്ടായിരുന്ന ഒരു കേസിൽ ഒരു തുമ്പെങ്കിലും കാണാൻ പോലീസിന് കഴിഞ്ഞനെ? ഇതിപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത നിലയിലാണ് പോലീസ് ഓരോ ദിവസവും ഓരോ സാധ്യതകളെക്കുറിച്ച് പറയുകയാണ്. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 5 ദിവസം പോലീസിന് ഏറ്റവും കൂടുതൽ പ്രഥമവും പ്രാധാന്യവുമുള്ള കാര്യമാണ് എത്രയും വേഗം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സീൻ വിസിറ്റ് ചെയ്യാന്നുള്ളത്. രാത്രി പോയി നിലാവെളിച്ചത്തിൽ ഇൻക്വസ്റ്റ് എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. സാവകാശം ഓരോ ഇഞ്ചും ഓരോ ചുവടും വെച്ച് വേണം ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട്. ആ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിൽ തപ്പിച്ചത് പോസ്റ്റ്മോർട്ടം താമസിച്ചത് കൊണ്ട് മാത്രമാണ്. BRM ഷഫീർ, അവസാനമായി താങ്കളിലേക്ക് വരികയാണ്. നോക്കൂ, ജിഷ കൊലക്കേസ് രാഷ്ട്രീയമായി ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, തർക്കമില്ല. പക്ഷേ ആ കേസിൽ അന്വേഷണം വൈകിയാലോ പ്രതികളെ പിടിക്കാൻ വൈകിയാലോ ഒക്കെ നിങ്ങൾക്ക് പ്രതിഷേധമുയർത്താൻ ധാർമ്മിക അവകാശമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണ്ടേ? ഒന്നാമത് നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് പരമാവധി ദിവസം ഉപയോഗിച്ചിട്ട് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊന്ന്, നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഉണ്ടായ വീഴ്ചയ്ക്ക് ഒരു നടപടിയും എടുത്തിട്ടുമില്ല. ആ നിലയ്ക്ക് പഴി കേട്ട നിങ്ങൾക്ക് ഇനിയിപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ വന്നിട്ട് നടപടി എടുത്തില്ലെങ്കിലും ശബ്ദിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു ധാർമ്മിക പ്രതിസന്ധി നിങ്ങളുടെ മുന്നിൽ വന്ന് പെടില്ലേ? അന്വേഷണത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നിർവചിച്ചുകൊണ്ട് കൃത്യമായി ഇത് ചെയ്ത പ്രതിയെ തന്നെ പിടിക്കണമെന്നുള്ള ഇതാണ്. അല്ലാതെ ആരെങ്കിലും ഇടതുപക്ഷം വന്നതുകൊണ്ട് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രതിയെ പിടിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കൃത്യമായിട്ട് ചെയ്ത ആളിനെ പിടിക്കണം. 2,
ഈ പിന്നെ അന്വേഷണം വീണ്ടും മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ CBI എൻക്വയറിക്ക് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിനോട് ഈ ഗവൺമെൻറ് ശുപാർശ ചെയ്യപ്പെടണം. ഞങ്ങൾക്ക് അതിനകത്ത് എതിർപ്പില്ല. 3, ഈ സമരത്തിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സഹോദരി ഉൾപ്പെടെയുള്ളവർ ഈ യഥാർത്ഥ പ്രതിയെ പിടിക്കുന്നത് വരെയും പെരുമ്പാവൂരിൽ അവരുടെ രാപ്പകൽ സമരം തുടരണം. അല്ലാതെ ഒരു വനിതാ പോലീസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയ ഉടൻ തന്നെ രാപ്പകൽ സമരം അവച്ചു പോയാൽ കേരളത്തിലെ ഏറ്റവും വലിയ സമര തട്ടിപ്പായി ഇത് ഞങ്ങൾക്ക് വിലയിരുത്തും. നിങ്ങളുടെ സമരത്തോട് നീതി പുലർത്താൻ അങ്ങനെ ചെയ്യണമെന്നാണ് PM ആതിര. അവസാനമായി താങ്കളിലേക്ക് പോലീസ് ഏതായാലും വളരെ കാര്യക്ഷമമായി അന്വേഷിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഏതായാലും പ്രതിയെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് കരുതാൻ തക്ക തെളിവുകളോ അല്ലെങ്കിൽ അത്തരം സാഹചര്യമോ ഒന്നുമില്ല. പരമാവധി അന്വേഷിച്ചിട്ടും അവർക്ക് ഈ വഴിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ മാറിയതുകൊണ്ട് വേഗം പ്രതിയെ പിടിക്കാൻ കഴിയും, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കുഴപ്പമാണ്. സർക്കാരിൻ്റെ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രശ്നം കൊണ്ടാണ് പോലീസ് പതിയെ ചലിക്കുന്നത് എന്ന് കാണുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പുതിയ സർക്കാർ വരുമ്പോൾ വേഗം പ്രതികളെ പിടിക്കുമെന്നാണോ? അതോ കുറ്റക്കാർക്കെതിരെ നടപടിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകും? എന്താണ് അക്കാര്യത്തിൽ താങ്കൾക്ക് അവസാനമായി പറയാനുള്ളത്? ഒന്ന്, തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഇത്തരം ഒരു ക്രൈം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു കുറ്റകൃത്യം നടന്നത്. ജനങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ഭരണവിരുദ്ധ വികാരത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഭരണ സംവിധാനം ആകമാനം അതിൻ്റെ പിറകിൽ നിന്നു എന്നുള്ള ആക്ഷേപമൊന്നും ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായും പ്രതിയെ പിടികൂടേണ്ടുന്ന പ്രൈമറി ആയിട്ടുള്ള എവിഡൻസ്, ഏറ്റവും പ്രാഥമികമായുള്ള എവിഡൻസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതിൻ്റെ മീതെ നിന്നിട്ട് വേണം പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി. അതിനുവേണ്ടി ഏതറ്റം വരെ പോകുന്നതിന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ബാധ്യസ്ഥമാണ്. അവരത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2, ഇതിന്റെ പിന്നിൽ ഇനി ആരുടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവാറുണ്ട്. രാഷ്ട്രീയ സാധാരണഗതിയിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അതിനകത്ത് സാക്ഷിയാണ്. നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ എന്താ സ്ഥലത്ത് പോകാത്തത്? അക്കാര്യത്തിൽ രാഷ്ട്രീയ പൂർണ്ണ വിശ്വാസമാണ്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് നടപടി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏതായാലും ഈ ചർച്ച ഇടവേളയിലേക്ക് പോകാൻ നേരമായിരിക്കുന്നു. നമുക്കറിയില്ല ആരാണ് അതിനകത്ത് ഒപ്പിടുക. സർക്കാർ നടപടി അക്കാര്യത്തിൽ എടുക്കും എന്ന കാര്യത്തിൽ താങ്കൾക്ക് ആത്മവിശ്വാസമുണ്ട്. ബിഗ് സ്റ്റോറി ഇന്ന് പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ. നമസ്കാരം.